നല്ല ആൾക്കാരെ ദൈവം നേരത്തെ വിളിക്കുന്നു പറഞ്ഞത് സത്യ. ഈ സ്കൂള് ശരിയാവാൻ വേണ്ടി അയാൾ ചില്ലറയൊന്നും അല്ല കഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അയാളോട് നമ്മൾ കാണിക്കേണ്ട ആദരവ്. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ അധ്യായം തുടങ്ങാൻ. കുട്ടികളെ ചേർക്കണം, മറ്റുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം. ശാരദാമ്മ അങ്ങോട്ട് നിന്ന് ഇറങ്ങണം. ഞാനിനി ഇവിടുന്ന് എവിടേക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ സ്കൂളിന്റെ ഉത്തരവാദിത്വം ഇനി നിങ്ങൾക്കല്ലേ? ഹെഡ് മാസ്റ്റർ എല്ലാം ചെയ്തോളും. എന്നാലും മാനേജറും വേണമല്ലോ. അമ്മയെ നിർബന്ധിക്കണ്ട. എന്തൊക്കെയാ ചെയ്യണ്ടെന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. എന്നാലും മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അദ്ദേഹം ഇല്ലല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് വരാതിരിക്കരുത്. ആ മുറ്റത്തിരുന്ന് ചീട്ട് കളിക്കുകയും ഒച്ചമകളും ഉണ്ടാക്കുകയൊക്കെ വേണം. അപ്പൊ ഓരോരുത്തരെ ചെല്ലുക. ഹെഡ്മാസ്റ്റർ തനിച്ചേ ഉള്ളൂ, തിക്കും തിരക്കും കൂട്ടുക. എഴുത്തച്ഛൻ പറയാറുള്ള പോലെ ഇത് നിങ്ങളുടെ സ്കൂളാണ്, നമ്മുടെ നാടിന്റെ സ്കൂളാണ്. പൊക്കോളൂ. ആ ചെല്ലേ. കൊള്ളാം, നല്ല മാനേജരാ. കുട്ടികളെ ചേർക്കാൻ തുടങ്ങുന്ന അന്ന് തന്നെ താമസിച്ചാ വരുന്നു. വെങ്കടേശ, ഇങ്ങനൊന്നും പോരാ കേട്ടോ, കുറച്ചുകൂടെ ഒന്ന് ഉഷാറാകണോ. അപ്പോ തുടങ്ങുന്ന ദിവസം ഗംഭീരായിട്ട് സ്കൂൾ ഒന്ന് അലങ്കരിക്കണം. കൊലവാഴയും തോരണവും ഞങ്ങൾ അതിന്റെ ഏർപ്പാടുകളായിട്ട് ഇറങ്ങിയതാ. അപ്പൊ മാനേജറിനെ ചെന്ന് ആഫീസിൽ ചാർജ് ഏറ്റെടുത്തോളൂ. ഒന്നങ്ങൾ വേഗം കെട്ടണോ? എത്ര നേരെ കെട്ടിത്തിരിഞ്ഞിരിക്കണോ? ഇത് വലിയ ആനന്ദമല്ലേ? ഇതങ്ങൾ പിടിച്ചോ. അത് അവിടെ തന്നെ കെട്ടിയാ മതി. അവിടെ കിട്ടിയോ? അത് പ്രഭാകരനല്ലേ? സ്കൂളിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരുണ്ട് ഇവിടെ? ഹെഡ് മാസ്റ്റർ എന്താണാവോ? എച്ചമാണോ? ഓ, ഞാൻ അഡ്വക്കേറ്റ് KT മേനോൻ. സ്കൂളിന്റെ പ്രവർത്തനം തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവുണ്ട്. ഓർഡറിന്റെ കോപ്പിയായത്. സാറിത് കുട്ടികളൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ നാളെ ക്ലാസ് തുടങ്ങുക. സ്റ്റേ ഉള്ള സ്ഥിതിക്ക് ക്ലാസ് നടത്താൻ പറ്റില്ലല്ലോ. പ്രഭാരം പാർട്ടീഷന് വേണ്ടി കേസ് കൊടുത്തിരിക്കുക. കേസൊക്കെ നടന്നോട്ടെ, പക്ഷേ സ്കൂളിന്റെ പ്രവർത്തനം ദയവ് ഇത് തടസ്സപ്പെടുത്തരുത്. കോടതി ഉത്തരവല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഭാകര, ഈ സ്കൂൾ നിന്റെ അച്ഛന്റെ ജീവിതാഭിലാഷമായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിത് പൊറുക്കില്ല മോനെ. ഞങ്ങൾ കാല് പിടിച്ച് പറയാണ് പ്രഭാകര, ഈ ദ്രോഹം നീ ചെയ്യരുത്. ഞങ്ങൾ പറഞ്ഞ ഒന്ന് കേൾക്കൂ പ്രഭാകര. പ്രഭാകര, ശൃംഗാരക്കയും വിധി ഇന്നെന്റെ മുന്നിൽ ബാക്കി പൈസ. അതെ, ഇത്രയും ചെറിയ പെട്ടിക്ക് നിങ്ങൾ ലഗേജ് ടിക്കറ്റ് എഴുതി ഞാൻ കാശും തന്നു. പക്ഷെ ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് ഉപദേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു ഇടത്തരക്കാരനായിരിക്കുമല്ലോ, ഞാനും ഒരു ഇടത്തരക്കാരനാണ്. ഒരിടത്തരക്കാരൻ വേറൊരു ഇടത്തരക്കാരന്റെ കഴുത്ത് പിടിച്ച് ജനിക്കരുത്. സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ മുദ്രാവാക്യത്തിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ ആരും ഇല്ലേ?
ഒന്ന് നിക്കണേ, ഒന്ന് നിക്കണേ. കത്തില്ല, അല്ല ഒന്ന് ചോദിച്ചോട്ടെ. കത്തില്ല. ഭ്രാന്തരായിരിക്കും. मेरे सपनों की रानी कब आएगी तू आई रुत मस्तानी എവിടേക്കാണോ? പെട്ടിയും ബാഗും ഒക്കെ ഇതിനകത്ത് വയ്ക്കാം, കേറിക്കോളൂ. ഈ സ്കൂളിൽ ആരെയും കാണുന്നില്ലല്ലോ. കാണില്ലല്ലോ, സ്കൂള് നിർത്തി, കേസിലാ. കേസോ? എന്ത് കേസ്? എങ്ങനെയുള്ള കേസ്? ഈശ്വര, എന്റെ രൂപ. മാധവൻ എഴുത്തച്ഛൻ മരിച്ചപ്പോ. മാധവൻ എഴുത്തച്ഛൻ മരിച്ചെന്നോ? എടോ, ചങ്കക്കുത്തുന്ന വർത്താനം പറയരുത്. എന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി 30,000 വാങ്ങിച്ച മാനേജർ മരിക്കാനോ? നിങ്ങളുടെ രൂപ വാങ്ങിച്ചവർക്ക് മരിക്കാൻ പാടില്ലേ? നേരാണോ താൻ പറയുന്നത്? നോണ പറയേണ്ട കാര്യമാണോ ഇത്? എന്റെ ഭഗവതി, ഈ കടുങ്കൈ എന്നോട് വേണമായിരുന്നു. അപ്പൊ എടോ, ഇപ്പോഴത്തെ മാനേജർ ആരാണ്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ വേണേ എഴുത്തച്ഛന്റെ വീട്ടിൽ കൊണ്ടുവിടാം, അവിടെ ചോദിച്ചോളൂ. രാഹുകാലം നോക്കി വിഘ്നേശ്വരന്റെ അമ്പലത്തിൽ തേങ്ങ ഉടച്ച് യാത്ര പുറപ്പെട്ട എനിക്കാണോ ഈശ്വര ഈ വിധി? വണ്ടി വിട്. ഹൈ. ആരാ? എടോ, ഇങ്ങോട്ട് വാ. എവിടുന്ന്? എവിടെന്നെങ്കിലും ആവട്ടെ, ഇപ്പോഴത്തെ സ്കൂൾ മാനേജർ ആരാണെന്ന് വെച്ചാൽ വിളിക്കൂ. PK സുധാകരൻ വന്നിട്ടുണ്ടെന്ന് പറയൂ. സ്കൂളിൽ ചേരാൻ വേണ്ടി 30,000 രൂപ എണ്ണി കൊടുത്ത PK സുധാകരൻ. അയാൾ മരിച്ചപ്പോ എന്നെ എന്താ വിവരം അറിയിക്കാതിരുന്നത്? സ്കൂളിൽ ചെന്ന് നോക്കിയപ്പോ കുറെ എരുമകൾ മാത്രമുണ്ട് അവിടെ. ഇവിടെ അവിടെ നിൽക്ക്. ഒരാൾ പെട്ടിയും ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഒന്ന് ഇരിക്കാനെങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇവിടെ വന്നത് ഞാൻ പറഞ്ഞിട്ടാ, ഉക്കാരെങ്കിലും ഉക്കാര്. ഉക്കാരാനോ? ആരാ ഇപ്പോഴത്തെ മാനേജർ? സ്കൂൾ മാനേജർ ആരാണെന്നാ ചോദിച്ചത്. ഒരു PK സുധാകരന്റെ കയ്യിൽ നിന്ന് 30,000 രൂപ വാങ്ങിച്ചത് അയാൾ പറഞ്ഞിട്ടില്ലേ? TTC ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ സുധാകരൻ ജോയിൻ ചെയ്യാൻ ഒരു ദിവസം വൈകിയാൽ അത്രയും സീനിയോറിറ്റി പോകും. ഇൻക്രിമെന്റ്, പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ ആകുന്ന സമയം, പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുമ്പോ പോലും പ്രശ്നമാണ്. ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോ നമ്മൾ സ്കൂൾ തുടങ്ങണ്ടേ? പറയൂ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ആരാണ് കേസ് കൊടുത്തത്? എന്താണ് ഇവിടുത്തെ പ്രശ്നം? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മിണ്ടുന്നേ. അത് ഏത്? കൊഞ്ചം പൊറുമയാ പേസ്. കത്താതെ. കത്താതെയോ? എന്ത് കത്താതെ? താൻ മലയാളി അല്ലെങ്കിൽ വായ് പൂട്ടി നിൽക്ക്. എന്താ മാഷല്ലേ? നിങ്ങൾ ആരാണ്? ആ കുതിരക്കാരൻ പറഞ്ഞു മാഷ് വന്നിട്ടുണ്ടെന്ന്. എഴുത്തച്ഛൻ മാഷുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വിവരങ്ങളൊക്കെ അറിയാലോ. ഞങ്ങൾ എഴുത്തച്ഛന് സുഹൃത്തുക്കളാ. എനിക്ക് സുഹൃത്തുക്കളെയൊന്നും കാണണ്ട. ഇപ്പോഴത്തെ മാനേജർ ആരാണെന്ന് പറയൂ. സ്കൂള് നടത്തിയപ്പോ സ്റ്റേയില്ല, പാർട്ടീഷന് വേണ്ടി കേസ് കൊടുത്തു. എന്നാ കേസ് കൊടുത്ത ആളെ വിളിക്കൂ. അയാൾ ഇവിടെ അല്ല താമസം. എഴുത്തച്ഛന്റെ ആദ്യത്തെ ഭാര്യയല്ല മോന. ഓഹോ, അപ്പൊ ഈ എഴുത്തച്ഛന് ആകെ മൊത്തം എത്ര ഭാര്യമാരുണ്ട്? അതൊന്നും മാഷ് അന്വേഷിക്കണ്ട. പിന്നെ എന്റെ പ്രശ്നം ആര് സോൾവ് ചെയ്യും? ഹേ, ഈ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കുമ്പോ വിൽപ്പത്രം എഴുതി വെച്ചിട്ടില്ലേ? ഇല്ല. തൊലച്ചു. 2ഉം 3ഉം ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ മരിക്കുമ്പോ ഇയാൾക്കൊരു വിൽപ്പത്രം എഴുതി വെച്ചൂടെ? ഈശ്വര, എന്റെ 30,000. ആ പ്രഭാകരൻ വിചാരിച്ചാലേ മാഷുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. ഏത് പ്രഭാകരൻ? ഈ കേസ് കൊടുത്ത പ്രഭാകരൻ. മാഷുടെ പ്രശ്നം പറ. സ്കൂളിന്റെ സ്റ്റേ ഒഴിവാക്കി തരാൻ അയാൾ വിചാരിച്ചാലേ പറ്റൂ.